ഇനി മാർക്കറ്റ് വ്യൂ സൂര്യശ്രീ ചേരും. DBFS മാർക്കറ്റ് വ്യൂ സമർപ്പിക്കുന്നത് DBFS വെൽത്ത് മാനേജ്മെന്റ് ആൻഡ് നോൺ ബാങ്കിംഗ് ഫൈനാൻസ്. ഗുഡ് ഈവനിംഗ്. മാർക്കറ്റ് വ്യൂവിന്റെ ക്ലോസിംഗ് ബില്ലിലേക്ക് സ്വാഗതം. നോക്കാം ആദ്യം ബിസിനസ് ഹെഡ്ലൈൻസ്. സാമ്പത്തിക വർഷത്തിലെ അവസാന ധനനയ പ്രഖ്യാപനം തിരിച്ചടിയായി. പലിശ നിരക്ക് കുറയില്ലെന്ന സൂചനയിലിടിഞ്ഞ് ഇന്ത്യൻ ഓഹരി വിപണി. നഷ്ടത്തോടെ ക്ലോസ് ചെയ്ത സെൻസെക്സും നിഫ്റ്റിയും 1% താഴ്ന്ന് 71,428 പോയിന്റിൽ സെൻസെക്സും നിഫ്റ്റി 21,717 പോയിന്റിലും വ്യാപാരം അവസാനിപ്പിച്ചു. നിഫ്റ്റി ബാങ്ക് ഓഹരികൾക്ക് വൻ തകർച്ച. ഇന്ത്യൻ കിരാന സ്റ്റോറുകൾക്ക് പേടിഎമ്മിൽ വിശ്വാസം കുറഞ്ഞെന്ന കിരാന ക്ലബ് സർവേ റിപ്പോർട്ട്. പേടിഎമ്മിനെതിരായ RBI നിയന്ത്രണങ്ങൾ വന്ന ശേഷം 68% പലചരക്ക് വ്യാപാര സ്ഥാപനങ്ങളും പേടിഎം ഉപേക്ഷിച്ചെന്ന കണക്കുകൾ. 42% വ്യാപാരികൾ മറ്റു പേയ്മെന്റ് ആപ്ലിക്കേഷനുകളിലേക്ക് മാറി. കൂടുതൽ പേരും മാറിയത് ഫോൺ പേയിലേക്ക്. രാജ്യത്തെ ആഭ്യന്തര യാത്രയ്ക്കായി 13 വിമാനത്താവളങ്ങളിൽ ഡിജി യാത്ര സ്ഥാപിച്ചെന്ന് വ്യോമയാന മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ. നടപ്പുവർഷം അവസാനത്തോടെ 38 വിമാനത്താവളങ്ങളിലേക്കും സൗകര്യം വ്യാപിപ്പിക്കുമെന്ന മന്ത്രി. കടലാസ് രഹിത യാത്രാ സൗകര്യങ്ങൾക്ക് ഡിജി യാത്ര സഹായിക്കുന്നുണ്ടെന്ന് സിന്ധ്യ. വമ്പൻ കരാറിലൊപ്പിട്ട് എയർബസും ഡൈനാമൈറ്റ് ടെക്നോളജി ലിമിറ്റഡും. നടപ്പുവർഷം എയർബസ് ഇന്ത്യയിൽ നിന്ന് $1.5 മില്യൺ മൂല്യമുള്ള വാങ്ങലിന് ധാരണ. A220 എല്ലാവിധ ഡോറുകളും ഇന്ത്യയിൽ നിർമ്മിക്കും. പെട്രോളിലെ എഥനോൾ മിശ്രണം വഴി സർക്കാരിന് 24,000 കോടി രൂപ ലാഭിക്കാനായെന്ന കേന്ദ്രമന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത്. നേട്ടത്തിലേറിയ പങ്കും കരിമ്പ് കർഷകർക്ക് കൈമാറിയെന്നും ലോക്സഭയിൽ മന്ത്രി. നിലവിൽ എഥനോൾ മിശ്രണം 12% ഇത് 20% ലക്ഷ്യമെന്നും വിശദീകരണം. ഇനി മാർക്കറ്റ് അനാലിസിസിലേക്കാണ്. ഇന്നത്തെ ഏറ്റവും സുപ്രധാനമായ സാമ്പത്തിക വാർത്ത എന്നത് റിസർവ് ബാങ്ക് അവരുടെ ധനനയ അവലോകന യോഗം ഇന്ന് ചേർന്നു. പ്രഖ്യാപനമായിരുന്നു. അടിസ്ഥാന പലിശ നിരക്കുകളിലൊന്നും മാറ്റമില്ല. റിപ്പോ നിരക്ക് 6.5% തന്നെ തുടരും. വിലക്കയറ്റം ഒരു എക്സ്പെക്ടേഷനായ 4% മുകളിൽ തന്നെ നിൽക്കുന്നതാണ്. അടിസ്ഥാന പലിശ നിരക്കുകളിൽ ഒന്നും തന്നെ റിസർവ് ബാങ്ക് മാറ്റമില്ലാതെ തുടരുന്നത്. റിപ്പോ നിരക്ക് 6.5% തന്നെ തുടരും. ഒരു പക്ഷേ ഇന്ത്യൻ ഓഹരി വിപണിയെ സംബന്ധിച്ച് ഇതാണ് ഏറ്റവും കൂടുതൽ ഇന്ന് സ്വാധീനിച്ചിട്ടുണ്ട്. ഇന്ത്യൻ ബെഞ്ച് മാർക്ക് സൂചികളെല്ലാം തന്നെ നഷ്ടത്തിലാണ് ഇന്ന് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. ഇനി നിഫ്റ്റിയിലേക്ക് വരികയാണെങ്കിൽ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ സൂചികയായ നിഫ്റ്റി ഇന്ന് 21,717 പോയിന്റിലാണ് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. 212 പോയിന്റ് ഇടിവിൽ 21,717 നിഫ്റ്റി വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. ഇന്ത്യൻ ഓഹരി വിപണിയിൽ ഒരു ബ്ലഡ് ബാത്ത് എന്ന് തന്നെ പറയാം. വലിയൊരു തകർച്ചയാണ് ഇന്ന് RBIയുടെ ഒരു ധനനയ പ്രഖ്യാപനത്തിന് ശേഷം ഉണ്ടായത്. വലിയ രീതിയിൽ ഓട്ടോ ബാങ്ക് ഓഹരികളിലൊക്കെ തന്നെ വലിയൊരു വിൽപ്പന സമ്മർദ്ദം നേരിട്ടു. നിഫ്റ്റി സൂചികളിലൊക്കെ തന്നെ ഒരു നെഗറ്റീവ് നോട്ടിലാണ് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ നഷ്ടമുണ്ടായിരിക്കുന്നത് നിഫ്റ്റി ബാങ്കിലാണ്. നിഫ്റ്റി ബാങ്ക് 806 പോയിന്റ് ഇടിവിൽ 45,012 പോയിന്റിലാണ് നിഫ്റ്റി ബാങ്ക് ഇന്ന് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. നിഫ്റ്റി ബാങ്ക് മിഡ് ക്യാപ് സ്മോൾ ക്യാപ് സൂചികളിൽ ഒക്കെ തന്നെ നെഗറ്റീവ് നോട്ടിലാണ് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. ഇനി സെൻസെക്സിലേക്ക് വരികയാണെങ്കിലും ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ സൂചികയായ സെൻസെക്സും ഇന്ന് വലിയ രീതിയിൽ ഒരു നഷ്ടത്തെ അഭിമുഖീകരിച്ചിരിക്കുകയാണ്. 723 പോയിന്റ് നഷ്ടത്തിൽ 71,428 പോയിന്റിലാണ് ഇന്ന് സെൻസെക്സിൽ വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ വിൽപ്പന സമ്മർദ്ദം നേരിട്ടത് സ്വകാര്യ ബാങ്കുകളുടെ ഓഹരികളെയാണ്. വലിയ രീതിയിലുള്ള ഒരു വിൽപ്പന സമ്മർദ്ദം അത് നമ്മുടെ ഇന്ത്യൻ ഓഹരി വിപണിയിലേക്ക് ബാധിച്ചു എന്ന് തന്നെ പറയാം. ആ ഒരു രീതിയിലാണ് ഇന്ന് നെഗറ്റീവ് നോട്ടിൽ ഇന്ന് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് ഇന്ത്യൻ ഓഹരി വിപണികൾ. ഇത്തരത്തിൽ ഓട്ടോ അതുപോലെ തന്നെ ബാങ്ക് ഓഹരികളിലുണ്ടായ ഒരു വിൽപ്പന സമ്മർദ്ദം അത് ഇന്നത്തെ ഇന്ത്യൻ ഓഹരി വിപണിയിൽ ഒരു നെഗറ്റീവ് നോട്ടിലേക്ക്, ഒരു ബ്ലഡ് ബാത്തിലേക്ക് ഇന്ത്യൻ വിപണിയെ കൊണ്ടുപോയിരിക്കുകയാണ്. ഇനി DBFSന്റെ മാനേജിംഗ് ഡയറക്ടർ ഇന്ന് മാർക്കറ്റ് വ്യൂവിൽ നമ്മളോടൊപ്പം അതിഥിയായി ചേരുകയാണ്. ശ്രീ പ്രിൻസ് ജോർജ് ആണ് നമ്മളോടൊപ്പം അതിഥിയായി ചേരുന്നത്. ഗുഡ് ഈവനിംഗ് ശ്രീ പ്രിൻസ് ജോർജ്. ഇന്ന് ധനനയ പ്രഖ്യാപനത്തിന് ശേഷം RBIയുടെ ഒരു ധനനയ പ്രഖ്യാപനത്തിന് ശേഷം വലിയൊരു ഇടിവാണ് ഇന്ത്യൻ മാർക്കറ്റിലുണ്ടായത്. ബാങ്ക് ഓഹരികളിലെയോ ഓട്ടോ ഓഹരികളിലേക്ക് ഉണ്ടായ ഒരു വിൽപ്പന സമ്മർദ്ദമാണ് ഇത്തരത്തിലൊരു ഇടിവിന് കാരണം. ഇനി നാളെ ഏത് രീതിയിൽ ഈ ഒരു ട്രെൻഡ് തന്നെ വിപണിയിൽ തുടരുമോ? ഗുഡ് ഈവനിങ് സൂര്യശ്രീ. ഇന്നത്തെ ഒരു മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ക്ലാസിക്കലായിട്ട്, അതായത് നമ്മളൊരു ഇവന്റ് റിസർവ് ബാങ്കിന്റെ മോണിറ്ററി പോളിസി അനൗൺസ്മെന്റിന്റെ ഒരു ഇവന്റിന്
മാർക്കറ്റ് 2 ദിവസമായിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ന് രാവിലെ തന്നെ മാർക്കറ്റിൽ അതിനെപ്പറ്റി ചെറിയ പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു. ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്യുമെന്നല്ല, എങ്കിലും ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്യുന്നതിനെ പറ്റിയുള്ള ഒരു സൂചനകൾ ഈ പോളിസിയിൽ ഉണ്ടാകുമെന്നുള്ള ഒരു ഹോപ്പ് മാർക്കറ്റിനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് പോസിറ്റീവായിട്ട് ഓപ്പൺ ചെയ്തു. എന്നാൽ പോളിസി അനൗൺസ്മെന്റിന് ശേഷം സമീപകാലത്ത്, അതായത് ഈ പോളിസിയിലോ ഇനി ഏപ്രിൽ വരെയുള്ള സമയത്തോ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്യാനുള്ള ചാൻസ് ഇല്ല എന്നുള്ള ഒരു സൂചനയാണ് പ്രസ് കോൺഫറൻസിലും മറ്റുമൊക്കെ റിസർവ് ബാങ്ക് ഗവർണർ പറഞ്ഞത്. അതോടെ മാർക്കറ്റിന്റെ ഹോപ്പ് നഷ്ടപ്പെട്ട് മാർക്കറ്റ് സെല്ലിങ്ങിലേക്ക് പോയി. ബാങ്ക് ഓഹരികൾ, ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ബാങ്ക് ഓഹരികളിലാണ് വലിയ തോതിലുള്ള സെല്ലിംഗ് ഉണ്ടായത്. എന്നാൽ ചില ബാങ്ക് ഓഹരികൾ, സ്റ്റേറ്റ് ബാങ്ക് പോലെയുള്ള ഓഹരികളും മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്ന സമയത്ത് റിലയൻസ്, DLF പോലെയുള്ള ഓഹരികൾ, ഹെവി വെയ്റ്റ്സ് ആയിട്ടുള്ള ചില ഓഹരികളിൽ കുറച്ചൊരു ബൈങ് വന്ന് ഒരു പോസിറ്റീവ് റിട്ടേണിലേക്ക് വന്നുകൊണ്ടാണ് ഇൻഡെക്സ് ഈ ലെവലിൽ നിന്ന്, അല്ലെങ്കിൽ കുറച്ചുകൂടി ഇൻഡെക്സ് താഴേക്ക് വരുമായിരുന്നു. എന്തുകൊണ്ടാണ് മാർക്കറ്റ് താഴേക്ക് വരുന്നതെന്ന് ചോദിച്ചാൽ മാർക്കറ്റിന് ചെറിയ ടെക്നിക്കൽ റീസൺ ആണ്. കാരണം ഈ റിസർവ് ബാങ്കിന്റെ ക്രെഡിറ്റ് പോളിസിയോടുകൂടി മിക്കവാറും ഉള്ള ന്യൂസുകളെല്ലാം വന്നു കഴിഞ്ഞു. ഇപ്പോൾ അടുത്ത ഒരു 2-3 ആഴ്ചത്തേക്ക് മേജറായിട്ടുള്ള ന്യൂസുകളൊന്നും ഇനി വരാനില്ല. അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ ഇനി ഒരു വലിയൊരു അപ്വേർഡ് മൂവ്മെന്റ് ഉള്ള സ്കോപ്പ് ഇല്ല എന്നുള്ള രീതിയിൽ ട്രേഡേഴ്സ് അവരുടെ പൊസിഷൻസ് ഓഫ്ലോഡ് ചെയ്യുകയാണ്. ട്രേഡേഴ്സ് എന്ന് പറയുന്ന ആളുകൾ കുറച്ചേറെ സ്റ്റോക്കുകൾ ഇങ്ങനെ ഈ ക്വാർട്ടർലി റിസൾട്ടുകളും മറ്റുമൊക്കെ വരുന്നതുകൊണ്ട് ഹോൾഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു സെല്ലിംഗ് പ്രഷറാണ് മാർക്കറ്റിൽ കാണുന്നത്. എനിക്ക് തോന്നുന്നത് മാർക്കറ്റ് ഒരു കൺസോൾട്ടേഷൻ, മൈൽഡ് നെഗറ്റീവ് ഒരു ഔട്ട്ലുക്കാണ് ഇപ്പോഴുള്ളത്. എന്ന് പറഞ്ഞാൽ വലിയ തോതിൽ മാർക്കറ്റിന് റാലി ചെയ്യാനുള്ള ന്യൂസുകളൊന്നുമില്ല മാർച്ച് 15 വരെ. അതുകൊണ്ട് തന്നെ 20,000-ന് മുകളിലേക്ക് മാർക്കറ്റ് പെട്ടെന്ന് റാലി ചെയ്യുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. എന്നാൽ വലിയ തോതിൽ താഴേക്ക് വരേണ്ട കാര്യങ്ങളുമില്ല. കാര്യം ഇന്ത്യയുടെ ലോങ് ടേം ഔട്ട്ലുക്ക് വളരെ നല്ലതാണ്. അതുകൊണ്ട് മൈൽഡ് കറക്റ്റീവ് നെഗറ്റീവ് ഫേസിലാണ് മാർക്കറ്റ് അടുത്ത 5-8 ദിവസങ്ങളിൽ മൂവ് ചെയ്യാനായിട്ടുള്ള ചാൻസ്. വലിയ കയറ്റങ്ങൾ പ്രതീക്ഷിക്കേണ്ട എന്നുള്ളതാണ് എൻ്റെ വ്യൂ. നന്ദി. ശ്രീ പ്രിൻസ് ജോർജാണ് മാർക്കറ്റ് വ്യൂവിൽ അതിഥിയായി ചേർന്നത്. മാർക്കറ്റിൽ ഇനിയും അടിസ്ഥാന പലിശ നിരക്കുകളിൽ വരും കാലങ്ങളിലൊന്നും മാറ്റമുണ്ടാകില്ല എന്നുള്ള ഒരു അനുമാനമായിരിക്കാം ഇത്തരത്തിൽ മാർക്കറ്റ് ഡൗണിലേക്ക് പോകാൻ കാരണം. ഇന്നത്തെ മാർക്കറ്റ് വ്യൂ അവസാനിക്കുന്നു. ഇനി നാളെ 9:30 കാണാം. നന്ദി. DBFS മാർക്കറ്റ് വ്യൂ സമർപ്പിക്കുന്നത് DBFS വെൽത്ത് മാനേജ്മെന്റ് ആൻഡ് നോൺ ബാങ്കിംഗ് ഫൈനാൻസ്.